ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഉറപ്പാ, തല കുനിച്ച് നടന്നാൽ തലയിൽ ചവിട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. തല ഉയർത്തി കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ച അത് നമ്മുടെ ഉയർത്തി തന്നെ നിർത്തും. ഇത്രയും കാലം ഞാനത് ചെയ്തിട്ടില്ലേ, പക്ഷേ ഇനി മുതൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. സന്തോഷത്തോടെ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കണം എന്റെ കുട്ടികള്. മണിക്കുഞ്ഞ്, ഓ അമ്മയൊന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടോ. അയ്യോ, അതൊന്നും വേണ്ട മോനെ, ഞാൻ വന്നതുപോലെ ഒരു ഓട്ടോ പിടിച്ചങ്ങ് പൊക്കോളാം. അമ്മ അതൊന്നും പ്രശ്നമല്ല. കുഴപ്പമില്ല മോനെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങുന്നു മാഡം. സുമിത്രേ, എന്നാ പിന്നെ ഞാനും ഇറങ്ങാം. അല്ല, കൂടെ ഉണ്ടായിരുന്ന സിനി എവിടെ? ആഹാ, അതിനിടെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു. ഞാൻ തന്നെ നേരിട്ട് ചെല്ലേണ്ട അത്യാവശ്യമായിരുന്നു. അതിന് പകരം അവളെ പറഞ്ഞു വിട്ടു. ഗാതമോളുടെ ഒരു ഭാഗ്യേ. ഏതൊരമ്മയ്ക്ക് സമയം കിട്ടിയാലും ഗാതമോളെ കാണാൻ വരാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ, സിത്താരയാണ് ഗാതമോളുടെ അമ്മ എന്ന് പറഞ്ഞാലും ഒരിത്തിരി സ്നേഹക്കൂടുതല് തങ്കത്തിനല്ലേ എന്നൊരു സംശയം. അല്ലേ ഏട്ടാ? ഇത്ര ആളുകൾ സംസാരിക്കുന്നതിനിടയില് നീ സ്നേഹത്തിന്റെ തൂക്കം നോക്കണോടി? ഒന്നും കാര്യാക്കണ്ട സിത്താരെ. ഒരു കാര്യം നന്നായിട്ട് നടന്നു പോയാല് എന്റെ പെങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാ. അത് കറക്റ്റ് ആളിയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. മോളെ, മമ്മി പോട്ടെ. മോളെ, അമ്മ എന്ത് പണിയായി കാണിച്ചേ? എന്ത് ധൈര്യത്തിൽ അമ്മ ഇങ്ങോട്ട് വന്നേ? എനിക്കെന്തിനാ ധൈര്യക്കുറവ്? ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ച വീട്ടിലേക്കല്ലേ വന്നത്? എന്റെ മരുമകന്റെ പിറന്നാളിനല്ലേ വന്നത്? എന്നിട്ട് ഇവിടെ വെച്ച് സംഭവിച്ചത് എന്താ? ഓരോ ആളും അമ്മയെ വേലക്കാരി എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഞാനിതെങ്ങനെ കേട്ട് നിൽക്കും? നീ വേഷം മാറിയല്ലേ ഇവിടെ നിൽക്കുന്നേ. അപ്പൊ പിന്നെ എന്റെ വേഷം മാറലിന് എന്ത് പ്രത്യേകത? അമ്മേ, ഇതിന്റെയൊക്കെ ഭാഗ്യം എന്തുണ്ടാവുമെന്നറിയോ? സിത്താര മേഡം പൊറുക്കൊന്നും തോന്നുന്നുണ്ടോ? ആര് പുറത്തില്ലെങ്കിൽ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ദൈവം പൊറുക്കും.
അയ്യോ, ഇനി അമ്മ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. നീ പേടിക്കണ്ട മോളെ. പണ്ട് എല്ലാ കാര്യത്തിലും അമ്മയ്ക്ക് ജീവിതത്തിൽ പേടിയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു പേടി അമ്മയുടെ മനസ്സിലില്ല. ഒരു കാര്യം ഉറപ്പാ, തല കുനിച്ച് നടന്നാൽ തലയിൽ ചവിട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. തല ഉയർത്തി കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ച അത് നമ്മളെ ഉയർത്തി തന്നെ നിർത്തും. ഇത്രയും കാലം ഞാനത് ചെയ്തിട്ടില്ലേ, പക്ഷേ ഇനി മുതൽ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. അമ്മേ, ഞാൻ വന്നതോ അവിടെ നടന്നതോ ഒന്നുമല്ല നീ ഇപ്പൊ ആലോചിക്കേണ്ടത്. നവീന്റെ കാര്യങ്ങൾ മാത്രമാ. നവീനോട് സന്തോഷത്തോടെ പെരുമാറണം. ഒരു നിമിഷം പോലും നവീനൊരു അസ്വസ്ഥത ഉണ്ടാകാതെ നോക്കണം. ആ മുഖം ഒന്ന് മാറിയ എവിടെയെങ്കിലും തനിച്ചു നിൽക്കുന്നത് കണ്ട കാര്യം എന്താണെന്ന് തിരക്കണം. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം. അമ്മേ, നവീന്റെ മനസ്സിൽ മോളോട് സത്യസന്ധമായ സ്നേഹം ഉണ്ടാവണം. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വില തരുന്നത് അവരെ നമ്മൾ എത്ര പരിഗണിക്കുന്നു എന്നതിന്റെ അളവില്. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊരു തോന്നലുണ്ടായ അവര് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അവരുടെ ചിന്തയില് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കേൾക്കുന്നുണ്ടോ നീ? അമ്മേ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വേഷം കെട്ടലുകളുടെ കൂടെ കൂടുതലും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാനൊന്നും എനിക്ക് പറ്റില്ല. ഇനി ഒരിക്കൽ അമ്മ ഇതുപോലെ വന്നാ ഞാൻ കളരിക്കൽ വിട്ടു പോവും. വാശിയാണോ നിനക്ക്? അതെ, ഇക്കാര്യത്തില് വാശി തന്നെയാ. എന്നാ കേട്ടോ, അങ്ങനൊരു കാര്യം നീ ചെയ്ത പിന്നെ നിന്റെ ജീവിതത്തിൽ നീ നിന്റെ അമ്മയെ കാണില്ലേ. എന്ത് ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. അമ്മേ, നവീന്റെ വീട്ടിലേക്ക് വരരുത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ. വന്നാലുള്ള അനുഭവം എന്താന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഉഗ്രവിഷമുള്ള നാഗത്തിനെ കണ്ടത് നീ തന്നെയല്ലേ? നാഗത്തിന്റെ വിഷം മാത്രമല്ല, ചില മനുഷ്യരുടെ ഉള്ളിലും വിഷമുണ്ട്. അവളെ കുറിച്ചാ ഞാൻ പറഞ്ഞേ, കൃഷ്ണയെ കുറിച്ച്. എന്താ അവളുടെ നമ്മുടെ മുന്നിലുള്ള വിനയം? എങ്ങനെയാ നവീന്റെ അടുത്ത് നിൽക്കുന്നേ? നവീൻ പരപുരുഷനല്ലേ? നാട്ടിൻപുറത്തെ ശുദ്ധഗതിക്കാരിയുടെ ചോദ്യങ്ങളൊക്കെ മമ്മി കേട്ടിരുന്നതല്ലേ? പക്ഷേ അതിന്ന് ഞാൻ നേരിട്ട് കണ്ടു എങ്ങനെയാ നിൽക്കുന്നതെന്നും പെരുമാറുന്നതെന്നും. കൃഷ്ണ അവിടെ നിൽക്കുന്നത് നവീന്റെ വേലക്കാരിയായിട്ടല്ല, ഭാര്യയായിട്ടാണ്.